നമ്മുടെ കൂടെ സോനുണ്ട്. സോനുവിൻ്റെ വെർപ്പിക്കൽസ് ഇനി പ്രോജക്റ്റ് കഴിയുന്നവരെ തുടരും. നമുക്ക് ഇന്ന് പറയാനുള്ള കാര്യം എന്തായാലും നമ്മൾ ഇന്നലെ പറഞ്ഞു, പ്രോമിസിൻ്റെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോമിസ് യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഒരേ സമയം അത് പാരലായിട്ട് വർക്ക് ചെയ്യുക എന്നൊക്കെ പറയും. നമ്മൾ പാരലൽ പ്രോഗ്രാമിംഗ് എന്നൊക്കെ പറയില്ലേ, അതായത് ഒരു ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യണം, അതേ സമയത്ത് തന്നെ വേറെ കാര്യം കൂടി ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്നലെ പ്രോമിസിൽ നമ്മൾ പറഞ്ഞപ്പോൾ ദെന്ന് വെച്ച് വിളിച്ച് വരുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 എണ്ണം ആഡ്, മൾട്ടിപ്ലൈ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നിങ്ങൾ കൺസിഡർ ഒരു എക്സാമ്പിൾ കാണാം. ഇപ്പോൾ ആഡിന് 2 സെക്കൻഡ് എടുക്കുന്ന ഒരു ടാസ്ക് ആണെന്ന് വിചാരിക്കാം. എക്സാമ്പിളാണ് ആഡ് എന്നുള്ളത് ഒരു 2 സെക്കൻഡ് എടുത്ത് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് വിചാരിക്കുക. അതേപോലെ മൾട്ടിപ്ലൈ ഒരു 2 സെക്കൻഡോ 3 സെക്കൻഡോ എടുക്കുന്ന കാര്യമാണെന്ന് വിചാരിക്കാം. അതേപോലെ അടുത്തതും ഇതേപോലെ സമയം എടുക്കുന്ന കാര്യമാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ദെന്ന് വെച്ച് പോവുകയാണെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടാവുക? അതായത് ഇപ്പോൾ 2 സെക്കൻഡ് ആഡിനുണ്ട്, അത് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത 3 സെക്കൻഡ് മറ്റേതിന് വർക്ക് ചെയ്യുക, മറ്റേതിന് എന്ത് ചെയ്യുക, അടുത്ത 2 സെക്കൻഡ് വർക്ക് ചെയ്യുക, അങ്ങനെ ആകും പോവാം. ചില കേസിൽ നമുക്ക് എന്തുണ്ടെന്ന് വെച്ചാൽ ഇതിനെ ഡിപ്പെൻഡ് ചെയ്താവില്ല അടുത്ത വാല്യൂ. സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സംഭവം വർക്ക് ചെയ്യും, അതേസമയം വേറൊരു സാധനം വർക്ക് ചെയ്തിട്ട് അതിൻ്റെയൊക്കെ ലെവൽ റിസൾട്ട് കൂട്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ 2 സെക്കൻഡുള്ളൊരു 3 സെക്കൻഡിൽ 2 ടാസ്ക് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അത് ഇന്നലെ ചെയ്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ 2, 3, 5 സെക്കൻഡ് പോകും. നമുക്ക് ഈ കേസിലോ ഇപ്പോൾ ഇവിടെ ഒരു കാര്യം കാണിച്ചു തരാം നിങ്ങൾക്ക്, അത് രണ്ടുകൂടി ഒരുമിച്ച് പോകുന്ന രീതിയിൽ സമയം കുറച്ചിട്ട് ചെയ്യുന്ന രീതിയിൽ കാണിക്കാം. അപ്പോൾ പ്രോമിസ് എടുക്കുക സെയിം പോലെ തന്നെ. ഓക്കെ, പിന്നെ നമുക്ക് 2 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ഒന്നിപ്പോൾ ജസ്റ്റ് ഒരു ഡാറ്റാബേസ് പോയിട്ട് പേര്, ഒരു നെയിം റിട്ടേൺ ചെയ്യാണ്. അതുപോലെ വേറൊരു ഡാറ്റാബേസ് പോയിട്ട് മൊബൈൽ നമ്പർ റിട്ടേൺ ചെയ്യാം. അപ്പോൾ ഈ 2 ഫംഗ്ഷനും ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒരേ സമയത്ത് വർക്ക് ചെയ്യാൻ വേണം. ഓക്കെ, അപ്പോൾ 2 ഫംഗ്ഷൻ ചെയ്തല്ലേ? 2 ഫംഗ്ഷൻ. അതായത് ഫസ്റ്റ് ഒന്ന് ഗെറ്റ് നെയിം. ഇങ്ങനെ ഒരു നെയിമിന് ഒരു നമ്പറിനൊന്നും പോയിട്ട് നമ്മൾ ഡാറ്റാബേസിൽ 2 പോയിട്ടൊന്നും വിളിച്ചു കൊണ്ടുവരും കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും ചിന്തിച്ച് കണക്കൂട്ടരുത്. മനസ്സിലാക്കേണ്ടതൊക്കെ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ചെയ്യുകയാണ്. സിമ്പിളായിട്ടുള്ള കോഡ് നിങ്ങൾക്ക് എഴുതി കാണിച്ചിട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇപ്പോൾ ചെയ്യുകയാണ്. നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ DB ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് എവിടെയാണ് യൂസ് ചെയ്യുന്നുള്ളത് എക്സാമ്പിളായിട്ട് കറക്റ്റായിട്ട് മനസ്സിലാവും ആ സമയത്ത്. ഇപ്പോൾ നമ്മൾ സാമ്പിൾ മാത്രമാണ് ചെയ്യണത്, മനസ്സിലാവുണ്ട്. അത് അനലൈസ് ചെയ്യണം. അല്ലാതെ അയ്യോ ഇനിയിപ്പോൾ ഒരു സാധനം എടുക്കാൻ ഡാറ്റാബേസ് ചെറിയൊരു സാധനം എടുക്കാൻ പറ്റി പ്രോമിസ് യൂസ് ചെയ്യണോ അത് യൂസ് ചെയ്യണോ എന്ന് ചിന്തിക്കേണ്ട. അത് വെച്ചിട്ട് ഇതെങ്ങനെ ചെയ്യാം, പ്രോമിസ് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതിൻ്റെ കഥ മാത്രമാണ് പറഞ്ഞു വരുന്നത്. അതിൽ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഒരുപാട് കൺഫ്യൂഷനായി ഒരുപാട് ചിന്തിച്ച് കൂട്ടേണ്ട സിമ്പിൾ കാര്യമാണ്. ഓക്കെ, നോക്കാം. അപ്പോൾ ഈ ഒരു പേര് ഗെറ്റ് ചെയ്യാൻ ഒരു 3 സെക്കൻഡ് എടുക്കുന്നു വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യണം, മാനുവലി സെറ്റ് ചെയ്യാൻ പോവാം. 3 സെക്കൻഡ് എടുക്കും ഈ ഒരു പേര് റിട്ടേൺ ചെയ്യാൻ. അപ്പോൾ അതിനാണ് സെറ്റ് ടൈം ഔട്ട്. സെറ്റ് ടൈം ഔട്ട് ഓർമ്മയില്ലേ? നമ്മൾ പറഞ്ഞല്ലോ തുടക്കത്തിൽ സെറ്റ് ടൈം ഔട്ട് വെച്ചിട്ട് ഇത്ര സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യം വിളിക്കുന്ന കാര്യം പറഞ്ഞു. സെറ്റ് ടൈം ഔട്ട് ഓൾറെഡി ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ ആണെന്നുള്ളത്. ആ സാധനം സെറ്റ് ടൈം ഔട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? ജസ്റ്റ് ഒരു പേര് കൊടുക്കാം. സെറ്റ് ടൈം ഔട്ടിൽ 2 ആർഗ്യുമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞ്, ഒന്നൊരു ഫംഗ്ഷനാണ്, കോമ 1 സെക്കൻഡാണ് ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കുക. ഫംഗ്ഷൻ എപ്പോഴാണ് വിളിക്കുക? ഈ സെക്കൻഡ് എപ്പോഴാണോ കഴിയുന്നത്, മില്ലി സെക്കൻഡിലാണ് കൊടുക്കുക. ഇപ്പോൾ 1000, 2000 കൊടുത്തു കഴിഞ്ഞാൽ ആ 1000 മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് കഴിയുമ്പോഴാണ് എന്ത് വർക്ക് ചെയ്യുക? സെറ്റ് ടൈം ഔട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യും, റിസോൾവ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുന്നുള്ള ഒരു സ്ട്രിങ് പാസ് ചെയ്യുന്നത്. അപ്പോൾ എത്ര സമയം കഴിഞ്ഞിട്ട് ഇത് റിട്ടേൺ ചെയ്യണം, അതായത് ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യണം എന്നുള്ളത് ഇവിടെ കൊടുക്കും. 3000, അതായത് 3 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇത് റിട്ടേൺ ചെയ്യൂ. ഇപ്പോഴൊന്നും ഡൗട്ട് ഉണ്ടാവും, നിഖിൽ എന്നുള്ള പേര് ഈ റിസോൾവിൻ്റെ ഉള്ളിൽ പാസ് ചെയ്ത് 3 സെക്കൻഡ് എന്താ ഈ പറയണതായിരിക്കും അല്ലേ? സെറ്റ് ടൈം ഔട്ടിൽ വീണ്ടും സെറ്റ് ടൈം ഔട്ട് എന്തിനാണ്? മാനുവലായിട്ട് ഡിലേ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഡിലേ ഉള്ളൊരു ടാസ്ക്കാണ് നിങ്ങൾ ഊഹിക്കണം. നമ്മൾ 3 സെക്കൻഡ് ഡിലേ ഉള്ളൊരു ടാസ്ക് ചെയ്തിട്ട് അതിൻ്റെ അവസാന ആൻസറായിട്ട് ഒരു ഡാറ്റാബേസിൽ നിന്ന് ഒരു വാല്യൂ എടുക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് ഇപ്പോൾ ഇല്ല തൽക്കാലം. നിങ്ങൾ ഇപ്പോൾ പഠിച്ച കോഡ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ടൈം ഔട്ട് എന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ 3 സെക്കൻഡ് ഡിലേൻ്റെ ഉള്ളിൽ ഒരു റിസോൾവിൽ എന്ത് ചെയ്യുക? നിഖിലിന് പാസ് ചെയ്യുക. പ്രോമിസിന് സക്സസ് റിസൾട്ടിൽ റിസോൾവ്, സക്സസ് ആകുമ്പോൾ റിസോൾവ് വിളിക്കുക. അതിൻ്റെ ഉള്ളിൽ നിഖിലിൻ്റെ പേര് പറയാം. അത് ഡാറ്റാബേസിന് എടുത്തു കൊണ്ടുവന്നാൽ നിങ്ങൾ കൺസിഡർ ചെയ്യും. ഓക്കെ, 3 സെക്കൻഡ് എടുത്ത് എന്തൊക്കെയോ ഓപ്പറേഷൻ കഴിഞ്ഞ് എടുത്തുകൊണ്ടുവരാണ് ഈ സാധനം, നിഖിൽ എന്നുള്ള പേര്. ഓക്കെ, അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന ഫംഗ്ഷനായിട്ടാണ് നമ്മൾ എന്ത് ഗെറ്റ് നെയിം എന്നുള്ള ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത്. അതുപോലെ അടുത്ത് എഴുതല്ലേ? അതുപോലെ വേറൊരു ഫംഗ്ഷനും കൂടെ എഴുതാം. മൊബൈൽ നമ്പർ, ഗെറ്റ് മൊബൈൽ എന്നുള്ളത് എഴുതി. അതിലൊരു മൊബൈൽ നമ്പർ, എൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കാം. ഓക്കെ, ഇനി ഇത് നമുക്ക് 2 സെക്കൻഡ് കൊടുക്കാം. ഇത് 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ആ നമ്പർ റിട്ടേൺ ചെയ്യൂ. അപ്പോൾ ഇവിടെ നേരത്തെ ചെയ്ത പോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ 3 സെക്കൻഡ് കഴിഞ്ഞിട്ട് പിന്നെ 2 സെക്കൻഡ്, 5 സെക്കൻഡ് എടുക്കും ഈ 2 വാല്യൂസ് നമ്മൾ കയ്യിൽ കിട്ടാൻ. അപ്പോൾ അതിന് പകരം നമുക്ക് ഈ 3 സെക്കൻഡ് ഉള്ളിൽ നമുക്ക് ഈ 2 വാല്യൂസും കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ പോവുക.
അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പ്രോമിസിൻ്റെ ഓൾ എന്നുള്ളൊരു മെത്തേഡ്. പ്രോമിസ് ഡോട്ട് ഓൾ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫങ്ഷൻസ് അറേ ആയിട്ട് പാസ് ചെയ്യുക. സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ഫസ്റ്റ് ഗെറ്റ് നെയിം കോൾ ചെയ്യുക, ഗെറ്റ് മൊബൈൽ കോൾ ചെയ്യുക. ഇനി നേരത്തെ യൂസ് ചെയ്ത പോലെ ദെൻ. അപ്പോൾ ഈ ദെന്നിൻ്റെ ഉള്ളിൽ റിസൾട്ടായിട്ട് നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് കൺസോൾ ചെയ്ത് നോക്കാം എന്താ വരുന്നതെന്ന്. ഓക്കെ, നമ്മൾ ഫോം കൊടുത്തു, കണ്ടില്ലേ 3 സെക്കൻഡ് കഴിഞ്ഞു. ആ 2 മെത്തേഡിലെ വാല്യൂസ് നമുക്ക് ഇവിടെ ഒരു അറേ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും അറേ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഗെറ്റ് നെയിമും ഗെറ്റ് മൊബൈലും വിളിക്കുന്നത് എന്താണ്, കോമട്ട് വിളിക്കുകയാണ്. എന്താ സംഭവിക്കുന്നത്, ദെൻ അത് രണ്ടും കഴിയുമ്പോഴാണ്. രണ്ടും കഴിയുകയെന്ന് വെച്ചാൽ ഒന്ന് കഴിഞ്ഞിട്ടൊന്നല്ല, ഒരേ സമയം വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ രീതിയിൽ വർക്ക് ചെയ്യാനാണ് പ്രോമിസ് ഡോട്ട് ആൾ യൂസ് ചെയ്യണത്. അത്രയും മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ പ്രൊജക്റ്റിൽ എവിടെയും വരികയാണെങ്കിൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. ജസ്റ്റ് ഇത്രയും കാര്യം. ഇനിയും വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് പ്രോമിസിനെ ബേസ് ചെയ്തിട്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ മതി. പിന്നെ ഫൈനലി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും പറയണ്ടല്ലോ ഇപ്പോൾ ഇവിടെ ആവശ്യമില്ല. അത് ആവശ്യമില്ല, അത് മതി. പിന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവൈറ്റും അസിയും കൂടി ഒന്ന് പറയും. അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നേരെ പ്രൊജക്റ്റിലോട്ട് എൻ്റർ ചെയ്യണം. കുറേ ദിവസമായി പ്രൊജക്റ്റിലോട്ട് എൻ്റർ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. അവൈറ്റും അസിയും കൂടി ഒന്ന് പറയില്ലേ? ഓക്കെ, അതും കൂടി ഒന്ന് സംസാരിക്കാം. ഇനി നമുക്ക് അസിങ്ക് അവൈറ്റ് നോക്കാം. അസിങ്ക് അവൈറ്റ് എവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ അത് നോക്കാം, ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. പ്രോമിസ് ഡോട്ട് ഓൾ നമുക്ക് കമൻറ്റ് ചെയ്ത് വയ്ക്കാം. അതിനെ പ്രോമിസ് നമ്മൾ നേരത്തെ വിളിച്ചതാണ് കമൻറ്റ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു നെയിമും അതുപോലെ മൊബൈൽ നമ്പറും ഒറ്റ ഫംഗ്ഷനുള്ളിൽ കോൾ ചെയ്തെടുക്കാൻ പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫംഗ്ഷൻ ഗെറ്റ് യൂസർ, അതായത് ഇതുവരെയുള്ള വിളിച്ച പ്രോമിസ് ഒന്നും ആ രീതിയിലൊന്നും വിളിക്കാതെ നോർമൽ ഫംഗ്ഷൻ വിളിച്ച പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പോവാണ്. ഒന്ന് കോൾ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫസ്റ്റ് നെയിം എടുക്കണം. അപ്പോൾ ലെറ്റ് നെയിം ഗെറ്റ് നെയിം. നമ്മൾ മോളുണ്ടാക്കിയ ഫംഗ്ഷൻ ഉണ്ടല്ലോ, പ്രോമിസ് ഒക്കെ എഴുതിയിട്ടുള്ള ആ ഫംഗ്ഷൻ വിളിക്കുകയാണ്. അതിൽ നിന്ന് ആ നെയിമിന് റിസീവ് ചെയ്യാണ്. ഈ നെയിമിലോട്ട് അപ്പോൾ ഈ ജസ്റ്റ് ഒന്ന് കൺസോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ നെയിം കൺസോൾ ചെയ്താൽ എന്ത് വരും നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഓക്കെ, കണ്ടില്ലേ ഇതൊരു പെൻഡിങ് പ്രോമിസാണ്. അതായത് ഈ ഒരു ഗെറ്റ് നെയിം എന്നുള്ളൊരു ഫംഗ്ഷൻ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ 3 സെക്കൻഡ്സ് എടുക്കും. പക്ഷെ നമ്മൾ അതിന് മുന്നേ തന്നെ ഇത് കൺസോൾ ചെയ്തു. ഈ കൺസോൾ ലോഗ് ഇതിനെ വെയിറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഈ 3 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ടേ ഇത് കൺസോൾ ചെയ്യാൻ പറ്റൂ. ഒന്നുകൂടി പറഞ്ഞാൽ, അതായത് ഇപ്പോൾ ഈ ഗെറ്റ് യൂസർ എന്നുള്ളത് ഇവിടെയുള്ള ഈ ഒരു ഇത് സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗെറ്റ് യൂസർ വിളിക്കുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗെറ്റ് യൂസറിൽ വന്നു, ഇവിടെ വന്നപ്പോൾ ഗെറ്റ് നെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചിട്ടുണ്ട്. ഗെറ്റ് നെയിമിലോട്ട് പോയി, ഗെറ്റ് നെയിമിൽ പോയപ്പോൾ ഇവിടെ റിട്ടേൺ ന്യൂ പ്രോമിസ് ഒക്കെ പറഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ 3 സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, മാനുവലി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ 3 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഇതിന് റിട്ടേൺ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഈ ഗെറ്റ് നെയിം വിളിച്ചിട്ട് ഇവിടെ നെയിമിനെ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇത് വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് എന്ത് സംഭവിക്കും, സിസ്റ്റത്തിൻ്റെ ഈ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് പോവുക, അതായത് ഓരോ എത്രയും മില്ലി സെക്കൻഡുകളിലും എന്ത് എക്സിക്യൂട്ട് ചെയ്ത് പോകും. അപ്പോൾ ഈ സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യണ ഇത് വിളിച്ച സമയത്തിന് അടുത്ത സ്റ്റെപ്പിലോട്ട് എന്ത് ഇവിടെ വെയിറ്റിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് ഇത് കോൾ ബാക്ക് ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ എന്ത് ഓട്ടോമാറ്റിക് അടുത്ത സ്റ്റെപ്പിലോട്ട് ഇവിടെ കൺസോളിലോട്ട് ലോഗ് നെയിമിലോട്ട് ആദ്യം പോകും. എന്നിട്ട് എന്ത് ചെയ്യുള്ളൂ, പിന്നെയൊക്കെ അതിൻ്റെ വാല്യൂ വരും. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ പ്രിൻറ്റ് ചെയ്യണത് പ്രോമിസിനൊരു 3 സ്റ്റേറ്റ് ഉണ്ട്. അത് മനസ്സിലായിട്ട് പ്രോമിസ് ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റേറ്റ് ഉണ്ട്, പെൻഡിങ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്. പ്രോമിസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്താണ് ഫുൾഫിൽ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾക്ക് നേരത്തെ റിസോൾവ് എന്നൊക്കെ വിളിച്ചില്ലേ, കഴിഞ്ഞു എന്നുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുന്ന സ്റ്റാറ്റസ് ഉണ്ട്. അതേപോലെ മൂന്നാമത്തെ സ്റ്റേറ്റസ് റിജക്റ്റഡ് എന്നുള്ളത് നമ്മൾ റിജക്റ്റഡും കണ്ടതല്ലേ നമ്മൾ. അപ്പോൾ എന്താണ് പെൻഡിങ് ഉണ്ട്, പെൻഡിങ് എന്നുള്ളത് ഒരു ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല. മറ്റേ എന്തുണ്ട്, കഴിഞ്ഞാൽ സക്സസ്സും ഉണ്ട് റിജക്റ്റഡും ഉണ്ട്, 2 കേസും ഉണ്ട്.
മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ പെൻഡിങ് കേസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, കൺസോൾ.ലോഗിൻ നെയിം പ്രിന്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആ പ്രോമിസിൻ്റെ മൊത്തം ഡാറ്റ അങ്ങനെ പ്രിന്റ് ചെയ്യാൻ കാരണം. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ ഈ ഗെറ്റ് നെയിം എന്നുള്ള വിളിച്ചതിന് ശേഷം ദെന്ന് യൂസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതിന് പകരം നമ്മളിവിടെ വേറൊരു ക്വസ്റ്റ്യൻ പ്രശ്നമുണ്ട്. ആ നെയിമിൽ ഗെറ്റ് നെയിം വിളിക്കുക പ്രോമിസിൻ്റെ ഒബ്ജക്റ്റിനല്ലേ വരുന്നത്, അങ്ങനെ തന്നെയാണ് വരേണ്ടത്. അല്ലെങ്കിൽ പക്ഷേ റിസൾട്ട് കിട്ടിയില്ല. റിസൾട്ട് എവിടെ വരിക? ഇവിടെ വരും, നെയിമിൽ വരും. റിസൾട്ട് മാത്രമല്ലല്ലോ വരിക, പ്രോമിസ് മൊത്തമല്ലേ വരിക? അല്ലല്ല, ഇവിടെ റിസോൾവ് കൊടുക്കുന്നില്ലേ? പക്ഷേ ഗെറ്റ് നെയിം റിട്ടേൺ വഴി ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടൂല്ലോ ഒരിക്കലും. റിട്ടേൺ ഗെറ്റ് നെയിം വിളിച്ചാൽ ഗെറ്റ് നെയിമിൻ്റെ റിട്ടേൺ ശരിക്കും ഇത് പ്രോമിസ് ഒബ്ജക്റ്റ് അല്ലേ റിട്ടേൺ ചെയ്യേണ്ടത്, അത് ശരിക്കുള്ളൂ അതന്നെയല്ലേ വർക്ക് ചെയ്യണത്. അത് പെൻഡിങ് ആയതുകൊണ്ടല്ല വർക്ക് ചെയ്യണത് അങ്ങനെ. ഇത് ഇനി അവൈറ്റ് കൊടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കുകയാണ് പ്രോമിസ് കംപ്ലീറ്റ് ആവുന്നവരെ. എന്നിട്ട് റിട്ടേൺ ചെയ്യുമ്പോൾ വരുമോ? വരുമോ? നോക്കാം. ഓക്കെ. അപ്പോൾ ഈ ഒരു കേസിൽ പെൻഡിങ് പ്രോമിസ് ആണ്. നമുക്കിത് ഈ 3 സെക്കൻഡ് വരെ വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ 3 സെക്കൻഡ് ആവാൻ, ചിലപ്പോൾ വേറെ ടൈം ആയിരിക്കാം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാനാണ് നമ്മൾ അവൈറ്റ് ഫംഗ്ഷൻ കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ അവൈറ്റ് ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് റൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എറർ അടിച്ചു. അവൈറ്റ് ഈസ് ഓൺലി വാലിഡ് ഇൻ ദ അസിങ് ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫംഗ്ഷൻ അസിങ്ക് ആയിട്ട് ഡിഫൈൻ ചെയ്യണം. ഓക്കെ ഓക്കെ. അതായത് അസിങ്ക്രണസ് ആയിട്ട് ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യണം. ഓക്കെ, കോൾ ചെയ്തു. ഇനി വിളിച്ചു നോക്കിയാൽ 3 സെക്കൻഡ് കഴിഞ്ഞു, നിൽക്കുന്നുള്ള നെയിം കിട്ടി, കൺസോൾ ചെയ്തു. മനസ്സിലായോ? എന്താ മനസ്സിലായോ? അതായത് ഇപ്പോൾ ഇവിടെ ഗെറ്റ് നെയിം നോർമലി വിളിച്ചു പോകുമ്പോൾ നേരെ എന്ത് ചെയ്യും, സിസ്റ്റം എന്ത് ചെയ്യും, ഇതങ്ങനെ വിളിച്ചു പോകും, അടുത്ത സ്റ്റെപ്പിലോട്ട് പോയി കൺസോൾ നെയിം പ്രിന്റ് ചെയ്യാൻ കൊടുത്ത്. അപ്പോൾ അവിടെ നമുക്ക് വാല്യൂ വന്നിട്ടില്ല. പക്ഷേ അവൈറ്റ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ അവിടെ നിൽക്കുകയാണ്. സാധാരണ Node.jsന് പ്രത്യേകത എന്താണ്? അസിങ്ക്രണസ് ആണ്. ഒരു കോൾ വിളിച്ചു കഴിഞ്ഞാൽ അതങ്ങ് കോൾ ബാക്ക് കൊടുത്ത് പോകും, എന്നിട്ട് ബാക്കി അതിൻ്റെ താഴോട്ട് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ്. പക്ഷെ അത് പോവാതെ സിങ്ക്രണസ് ആയിട്ട്, അതായത് അവിടെ തന്നെ നിൽക്കണം എന്നുള്ള രീതിയിൽ വിളിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ അവൈറ്റ് കൊടുക്കണം. ഓക്കെ, അവൈറ്റ് കൊടുത്താൽ അപ്പോൾ എന്ത് വെയിറ്റ് ചെയ്യും. പക്ഷേ അവിടെ എന്ത് പറഞ്ഞൊരു കാര്യം കൂടെ, ആ ഫംഗ്ഷനെ മൊത്തത്തിൽ അസിങ്ക് ആയ ഒരു ഫംഗ്ഷന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവൈറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അസിങ്ക് ആയ ഫംഗ്ഷനിലാണ് എന്ത് ചെയ്യുക, അവൈറ്റ് കൊടുക്കുക. അങ്ങനെ അവൈറ്റ് കൊടുക്കുമ്പോൾ അത് വെയിറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുക, 3 സെക്കൻഡ് കഴിയുമ്പോൾ കൺസോൾ.ലോഗ് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുള്ളൂ. അപ്പോൾ അത് പ്രിൻ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്ത് ആ നീക്കുന്നുള്ള വാല്യൂ ഔട്ട്പുട്ടായി. അപ്പോൾ അവൈറ്റ് അസിങ്ക് എന്ന് മനസ്സിലാവും. അസിങ്ക് ആണ് എന്ത് ചെയ്യുന്നത്, ഫംഗ്ഷനെ മുന്നേ ചേർക്കണം, അവൈറ്റ് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ബാക്കി നമ്മൾ ആളും വർക്ക് ചെയ്തില്ലേ, അപ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലായില്ലേ? മൊബൈലും കൂടെ എടുത്ത് കാണിച്ചു കൊടുക്കണം. ഓക്കെ, അതും കൂടി കാണിക്കും. മൊബൈൽ ഈക്വൽ ടു ഗെറ്റ് മൊബൈൽ. ഇനി ഒരു കേസിൽ ഈ ഒരു ഗെറ്റ് മൊബൈൽ ഇപ്പോൾ ഈ നെയിം എന്നുള്ള ഫംഗ്ഷൻ 3 സെക്കൻഡ്സ് എടുക്കുന്നുണ്ട്, ഇത് 2 സെക്കൻഡ്സ് എടുക്കുന്നുള്ളൂ. അപ്പോൾ മൊബൈൽ ഈ ഒരു കേസിൽ ഓക്കെ 3 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ മനസ്സിലായില്ല, 5 സെക്കൻഡ് എടുത്ത് മൊത്തം വരാൻ. അപ്പോൾ ഈ ഒരു ടൈം നമ്മൾ എന്ത് ചെയ്യാണ്, ഒരുമിച്ച് പാരലായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. എന്ത് ചെയ്യുന്നത്, നമ്മളെ പ്രോമിസ് ഡോട്ട് ആൾ വെച്ചിട്ട് വർക്ക് ചെയ്യിപ്പിക്കണത്. ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞ് അടുത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുമിച്ച് എല്ലാം കൂടി വർക്ക് ചെയ്യിപ്പിക്കുന്ന രീതിയാണ് പ്രോമിസ് ഡോട്ട് ആളിൽ വർക്ക് ചെയ്ത്. അവൈറ്റും അസിങ്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത് നമുക്ക് പ്രോജക്റ്റിലോട്ട് കടക്കാം. ഇത്രയും പോരെ ദിൽഷാദ്? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബേസിക് ആയിട്ട് കാര്യങ്ങൾ ഇനിയിപ്പോൾ ലോഗിന്, സെഷന്, കുക്കി കാര്യങ്ങളൊക്കെ പ്രോജക്റ്റിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞുതരാം. അത്രയും പോരെ? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡാറ്റാബേസ് ഒക്കെ കവർ ചെയ്തു. നമ്മൾ എവിടെ നിന്നൊക്കെ കവർ ചെയ്തു, പ്രൊജക്റ്റ് എങ്ങനെ നോഡ് ക്രിയേറ്റ് ചെയ്യാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഹാൻഡിൽബാർസ് എക്സ്പ്രസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, ഹാൻഡിൽബാർസ് എങ്ങനെ വർക്ക് ചെയ്യുക, ഡാറ്റാബേസ് എങ്ങനെ വർക്ക് ചെയ്യുക, ഡാറ്റാബേസോട് കണക്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുക, അതൊക്കെ പഠിച്ചു. ഈ പ്രോമിസ് എവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, പ്രോമിസ് നമ്മൾ ഡാറ്റാബേസിലൊക്കെ നമ്മൾ പ്രോമിസ് യൂസ് ചെയ്യും. ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന എല്ലാ കൂടുതലും പ്രോമിസ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യണേ. അതുകൊണ്ട് നമ്മൾ പ്രോമിസ് യൂസ് ചെയ്തത്. പ്രോമിസ് ഒന്നുകൂടി ഒന്ന് വാച്ച് മനസ്സിലാവാത്തവർക്ക് സിമ്പിൾ കൺസെപ്റ്റേ ഉള്ളൂ. ആ ഒരു തന്നെ വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യണം എന്നുള്ള കാര്യമുള്ളൂ. ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഡാറ്റാബേസൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോമിസ് യൂസ് ചെയ്തിട്ടാവും നമ്മൾ ചെയ്യുക. അപ്പോൾ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് പ്രോമിസ് നമ്മൾ ആഡ് ചെയ്തത്. വെച്ചാൽ പുതിയ എല്ലാ കോഡിലും ഇപ്പോൾ MongoDB ട്യൂട്ടോറിയൽ എടുത്താൽ പോലും നിങ്ങൾക്ക് പ്രോമിസിനെ വെച്ച് ചെയ്തിട്ടോ ഇനി കാര്യങ്ങൾ മനസ്സിലാക്കി വരിക. ഫംഗ്ഷൻ മറ്റേ കോൾ ബാക്ക് രീതിയിലായിരിക്കില്ല.
പഴയ കോഡിലൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ പ്രോമിസ് യൂസ് ചെയ്തിട്ട് മനസ്സിലാക്കി തന്നെ വേണം പ്രോമിസിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നോക്കുക. ഈ ഇപ്പോൾ പ്രോമിസ്.ആളും കാര്യങ്ങളൊക്കെ സാമ്പിളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് എന്ത് ചെയ്യാം, വേഗം പ്രൊജക്റ്റ് തുടങ്ങുക. പ്രൊജക്റ്റ് ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷനാണ്. അതിനും സോനു ഇവിടെ ഇരുത്തും ഞാൻ, എന്നാലും എനിക്ക് പണി കുറയുള്ളൂ. അപ്പോൾ സോനുവിനെ നമുക്ക് എന്ത് ചെയ്യുക, ശരിക്ക് വധിച്ച് എടുക്കാം.